നമസ്കാരം, എല്ലാവർക്കും ട്രിപ്പ് ഓൺ ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കശ്മീർ സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ വിട്ടുപോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കൂട്ടിച്ചേർക്കുകയാണ്. അതായത് നമ്മൾ ബനിഹാലിലേക്ക് വരാനായിട്ട് ജമ്മു താവിയിൽ നമ്മളൊരു ട്രാവലർ എടുത്തിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ട്രാവലർ ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായിരുന്നു കേട്ടോ. ട്രാവലറും സ്റ്റക്കായിരുന്നു, കൂടാതെ ഈ ബനിഹാലിലേക്കുള്ള റോഡും കംപ്ലീറ്റ് സ്റ്റക്കായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് കുറച്ച് വീഡിയോസ് എനിക്ക് നഷ്ടമായി. എന്നാലും എടുത്തു വെച്ചിരുന്ന കുറേ മനോഹരമായിട്ടുള്ള കുറേ ഫോട്ടോസുണ്ട്. അപ്പോൾ ആ ഒരു ഫോട്ടോസ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആ ഒരു ആംബിയൻസ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങൾ ഓൾറെഡി നല്ല ടയേർഡായിരുന്നു, എന്നാലും ഫോട്ടോസും കാര്യങ്ങളും മാത്രമേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഓൾറെഡി കംപ്ലീറ്റ് റോഡ് സ്റ്റക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തന്നെയല്ല, നമ്മുടെ ട്രാവലറിനാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. മാക്സിമം കൺജസ്റ്റഡ് ആയിട്ടുള്ള ആളെ കയറിയിട്ടാണ് അവർ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ആ ഒരു യാത്ര നല്ല പോസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും, നമ്മൾ രാത്രി ആ ഒരു സമയത്ത് റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക്ഡ് ആയിരുന്നു. അവിടെ നോക്കിയിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള വലിയ മലഞ്ചെരുവുകളും അതിന് താഴെ ആളുകൾ താമസിക്കുന്ന ആ രാത്രിയിലെ വിഷ്വൽ ഒരു രക്ഷയില്ലാത്തൊരു വിഷ്വലായിരുന്നു കേട്ടോ. പക്ഷേ അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നത് കൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക്ഡ് ആയിട്ട് കിടക്കുവാണ്. കാരണം ഈ ലോറികളെല്ലാം ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പിലാണ് ജസ്റ്റ് ഒന്ന് ടയറൊന്ന് ഉരുളുന്നത്. അത്രയും റോഡ് സ്റ്റക്കായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് വരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ ലോറികൾ, അതായത് കംപ്ലീറ്റ് ലോഡ് കയറ്റി പോകുന്ന ലോറികൾ പോകുന്നത് കശ്മീരിലേക്കാണ് പോകുന്നതായിട്ടാണ് ഞാൻ കണ്ടത് കേട്ടോ. വേറെ എങ്ങും ഞാൻ ഇത്രയും ലോഡ് പോകുന്നതായിട്ട് കണ്ടിട്ടില്ല. കാരണം ഏറ്റവും കൂടുതൽ ആ ഒരു ലൈനിൽ ലോറികൾ മാത്രമാണ് ഞാൻ കണ്ടിരുന്നത്. പിന്നെ നല്ല അടിപൊളി വിഷ്വൽസും എനിക്ക് അവിടെ നിന്ന് കാണാൻ പറ്റി. അന്ന് രാത്രി ഞങ്ങളുടെ ട്രാവലർ കംപ്ലൈൻ്റ് ആയത് ഇവിടെ വെച്ചായിരുന്നു കേട്ടോ. അവിടെ ട്രാവലർ തന്നെ കിടന്നുറങ്ങി. രാവിലെ എടുത്ത ഫോട്ടോസാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടെ ഒരു ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല മനോഹരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള വിഷ്വൽസാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് രാവിലെ കാണാൻ പറ്റിയ കേട്ടോ. നിങ്ങൾക്ക് ഫോട്ടോ കാണുമ്പോൾ തന്നെ ഏറെക്കുറെ മനസ്സിലാകും. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ഫോട്ടോസിൽ ഞാൻ യാതൊരു എഡിറ്റും കാര്യങ്ങളും കളറോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. റിയൽ ഈ കളറിൽ തന്നെയാണ് എനിക്ക് ഫോട്ടോ കിട്ടിയത്. കാരണം നല്ല മോർണിംഗ് ടൈം ആയിരുന്നു. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. ഇവിടെ വെച്ച് എടുത്തിരുന്ന കുറേ നല്ല മനോഹരമായിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു. അത് വീഡിയോസ് ഞാൻ ഏതോ ഒരു പെൻഡ്രൈവിൽ കോപ്പി ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അത് അപ്ലോഡ് ചെയ്തോളാം. ഏതായാലും ഇതിലിപ്പോൾ ഞാൻ ഫോട്ടോസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതിൽ വീഡിയോ ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നലെ ഞാനിത് ഇടായിരുന്നത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് ഉൾപ്പെടുത്താതിരുന്നത്. ഇത് ബദ്ഗാം റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ ശ്രീനഗർ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകുന്നത്. ഒരു സ്റ്റേഷൻ നമ്മൾ അറിഞ്ഞില്ല ശ്രീനഗറിൽ വന്നത്. നമ്മളങ്ങനെ കവർ ചെയ്ത് ബദ്ഗാമിൽ വന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വണ്ടി പിടിച്ചിട്ട് നമുക്ക് ശ്രീനഗറിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ഷീണം കൊണ്ടിരുന്നു പോയതുകൊണ്ട് സ്റ്റേഷൻ കണ്ടില്ല. ഒരു സ്റ്റേഷൻ കവർ ചെയ്ത് പോകും, അടുത്ത ബദ്ഗാമിലേക്ക് പോകും. ഇപ്പോൾ ബദ്ഗാം റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളുള്ളത്. അങ്ങ് ദൂരെ ഹിമാലയ മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം മഞ്ഞ് മൂടി കിടക്കുകയാണ്. കംപ്ലീറ്റ്ലി മിലിറ്ററിയുടെ അണ്ടറിലാണ് കാര്യങ്ങളുമെല്ലാം. ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നിപ്പോൾ നമ്മളിത് ആ പുള്ളിക്കാരൻ നമുക്ക് വഴി കാണിച്ചു തരുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ വണ്ടി പിടിക്കുന്നു. എന്നിട്ട് നമ്മൾ നേരെ ശ്രീനഗറിലേക്ക് പോകുന്നു. അത്യാവശ്യം നല്ല തണുപ്പ്, 8 ഡിഗ്രി തണുപ്പാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. പുറത്ത് വെയിലുണ്ടെങ്കിലും തണുപ്പാണ്. ബദ്ഗാം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അറൗണ്ട് ഒരു 1 കിലോമീറ്ററോളം നമ്മൾ നടന്നിട്ടുണ്ട് കേട്ടോ ഹൈവേയിലേക്ക്. ഇവിടെ നമുക്ക് ടാക്സി കിട്ടുമെന്നാണ് പറയുന്നത് ശ്രീനഗറിലേക്ക്. നമുക്ക് ഇവിടുന്ന് തിരിച്ച് ഡൽഹിക്ക് പോകാനായിട്ട് ട്രെയിൻ ഇവിടുന്ന് കിട്ടിയല്ല. ഇവിടുന്ന് കട്ര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് കിട്ടുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ചെമ്മരിയാട് വരുന്നുണ്ടോ? ഇത് കണ്ടോടാ, ഇഷ്ടംപോലെ ചെമ്മരിയാടുണ്ട്. അപ്പോൾ ഇത് ഹൈവേ ആണ് ഈ പോകുന്നത് കേട്ടോ.
നമുക്കിനി ഹൈവേയിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെയർ കയറി നേരെ മേളിൽ ചെന്നാൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് അങ്ങനെ കറങ്ങി ഇങ്ങനെ വന്ന് ഹൈവേയിൽ കയറിയിട്ട് വേണം പോകാനായിട്ട്. ഇത് എളുപ്പം എന്നാണ് പുള്ളി പറയണത്. അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതിൽ റേറ്റ് കൂടുതലാണെന്നാണ് പറയണത്. നമ്മളിത് ആ റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് ഇതിലേ നടന്ന് വിടും വരെ വന്നു. ഇതുണ്ടോ ചെമ്മരിയാടുകളായിട്ട് ഒരു പട്ടിയുണ്ട് അതിന് മുമ്പിൽ. അതിനെ കൺട്രോൾ ചെയ്യാനായിരിക്കും. അയാളുടെ കൂടെ ഒരു പട്ടിയുണ്ട്. ഇതാണ് ഹൈവേ. പിന്നെ നമ്മൾ ഈ ഹൈവേ കൂടെ നേരെ ടാക്സി പിടിച്ചിട്ട് നമ്മൾ ശ്രീനഗറിലേക്ക് പോകും. താഴെ കാണുന്ന ഒരു വില്ലേജാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ആളുകൾ താമസിക്കുന്നുണ്ട്. 3-4 നില ബിൽഡിങ്ങുകളൊക്കെയാണ് കേട്ടോ. നമ്മൾ ശ്രീനഗറിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെയാണ് പുൽവാമ ഭീകരാക്രമണം നടന്ന സ്പോട്ട് നമുക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും അത് കവർ ചെയ്താണ് നമ്മൾ പോരുന്നത്. ട്രെയിനിലിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ട്രെയിനിൽ നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മിലിറ്ററിക്കാർ നമ്മൾ ഓടിച്ച് ട്രെയിനിൽ കയറ്റി. അപ്പോൾ നമുക്ക് ടിക്കറ്റൊന്നും എടുത്തില്ല. ടിക്കറ്റ് വേണ്ടെന്ന് അവർ പറഞ്ഞു. സമയം പോയതുകൊണ്ട് പെട്ടെന്ന് കയറി പോകാനായിട്ടാണ് അവർ പറഞ്ഞത്. ടിക്കറ്റ് ആരും ചോദിച്ചില്ല, ഒന്നുമില്ല. മിലിറ്ററിക്കാർ തന്നെയാണ് പെട്ടെന്ന് തന്നെ കയറ്റി വിട്ടത്. അതെ പരുന്ത് പറക്കണമെങ്കിൽ അടിപൊളി. ഈ ഭാഗം മുഴുവൻ വീടുകളാണ്. ഇത് ഭയങ്കര വലിയ ടൗണാണ് കേട്ടോ. അത് അവിടെ നോക്കിയേ, അവിടെ നിറച്ചും വീടുകളാണ്. കംപ്ലീറ്റ് വീടുകളാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് കാശ്മീരി സിവിലിയൻസ് താമസിക്കുന്നത്. അവിടെ നോക്കിയാൽ മനസ്സിലാക്കാം. അവിടെ ഫുള്ള് വീടുകളാണ്. അതുപോലെ ഇത് ഇതിന് അപ്പുറ സൈഡ് ഉണ്ടല്ലോ, അവിടെയും കംപ്ലീറ്റ് വീടുകളും താമസക്കാരും എല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങളിത് ഇവിടെ വണ്ടി നോക്കി നിൽക്കുവാണ്. വണ്ടി കിട്ടട്ടെ. ഇവിടെ വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചിട്ടുള്ള ഇവിടുത്തെ തന്നെ ഒരു സിവിലിയൻ ആയിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ കാര്യം ഇതാണ്. നമ്മുടെ ബദ്ഗാം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള ടാക്സി സ്റ്റാൻഡിൽ നമ്മൾ വണ്ടി പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഏതാണ്ട് ഒരു 700 രൂപ 600 രൂപ ചാർജ് വരും കാറിന്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ഓട്ടോയാണ് കിട്ടുന്നതെങ്കിൽ എന്തായാലും ഒരു 400 രൂപ ചാർജ് വരും കേട്ടോ. പക്ഷേ നമുക്ക് ഈ ഹൈവേയിലേക്ക് വന്ന് നിന്ന് കഴിഞ്ഞാണല്ലോ നമുക്ക് ഇഷ്ടം പോലെ ബസ് കിട്ടും. അതായത് വെറും 10 രൂപയ്ക്ക് നമുക്ക് ഇവിടെ വന്ന് ഇറങ്ങാൻ പറ്റി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി നമുക്ക് ഹെൽപ്പ് ചെയ്തു. വലിയൊരു ഉപകാരമാണ് പുള്ളി ചെയ്തത് കേട്ടോ. കാര്യം നമുക്കിങ്ങനെ സിവിലിയൻസൊക്കെ ആയിട്ട് കോൺടാക്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ടാക്സി പിടിക്കുമ്പോഴും നമുക്ക് പണി കിട്ടും. നമ്മൾ ജമ്മു താവിലിൻ്റെ ഫ്രണ്ടിൽ നിന്നും നമ്മൾ ടാക്സി എടുക്കാൻ പോയപ്പോഴും ഭയങ്കര റേറ്റ് ആയിരുന്നു. അപ്പം കുറച്ച് മാറിയൊക്കെ നോക്കിക്കഴിഞ്ഞാലൊക്കെ റേറ്റ് കുറവിലൊക്കെ ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഏതായാലും ഞങ്ങൾ ഇനി കാശ്മീരിലെ ലാൽ ചൗക്കിലേക്കാണ് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഏതായാലും ഡൽഹിയിലുള്ള അത്രയും ഹോണടി ഇല്ലെങ്കിലും ഇവിടെ അത്യാവശ്യം ട്രാഫിക് ഹോണടി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ശ്രീനഗറിലെ ലാൽ ചൗക്കിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകണം. അവിടെ ചെന്നിട്ട് വേണം റൂമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒന്ന് ഫ്രഷപ്പ് ആവാനായിട്ട്. ഇവിടെയും കൂടുതലും നമ്മുടെ ബാറ്ററി ഓട്ടോയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ ഏതായാലും ഓട്ടോയിൽ കയറി ലാൽ ചൗക്കിൽ നിന്നും നമ്മൾ ഫ്രണ്ടിൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് വേണം നമ്മുടെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. കാരണം കഴിഞ്ഞ 4-5 ദിവസത്തെ കംപ്ലീറ്റ് ട്രാവലിങ്ങും ക്ഷീണവും എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് റൂം എടുക്കുക, ഒന്ന് ഫ്രീ ആവുക എന്നുള്ളത് മാത്രമാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കേട്ടോ. ഏതായാലും ഞാനിപ്പോൾ ഒരു വലിയ പ്രൗഡ് മൊമെൻറ്റിലാണുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ മാപ്പിലും അതുപോലെ തന്നെ പുസ്തകങ്ങളിലും ഒക്കെ കണ്ടു പഠിച്ചിട്ടുള്ള കാശ്മീരിൻ്റെ ശ്രീനഗറിൻ്റെയൊക്കെ ആ ഒരു തെരുവിലൂടെ നമ്മളിപ്പോൾ റിയലി നടക്കുന്നു എന്ന് പറയുന്നത് ദൈവം തന്ന ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് ശരിക്കും എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാശ്മീരി സീരീസിൻ്റെ വീഡിയോ കാണുമ്പോൾ ശരിക്കും എനിക്ക് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള പല വീഡിയോകളിലും ഇവിടുത്തെ ലാൻഡ്സ്കേപ്പും അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരണം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഓരോ സമയത്തും ഇവിടെ ഓരോ ക്ലൈമറ്റും കാര്യങ്ങളുമാണ്. അതനുസരിച്ച് ഇവിടുത്തെ ഒരു കംപ്ലീറ്റ് ലുക്ക് മാറും. ഇപ്പോൾ ഇവിടെ ഇലകളൊക്കെ പൊഴിച്ചിട്ടാണ് മരങ്ങളൊക്കെ നിൽക്കുന്നത്. ഒരു പക്ഷേ നല്ല വിൻ്റർ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഈ മരങ്ങളെല്ലാം നിറയെ മഞ്ഞ് മൂടി കിടക്കുന്ന കാഴ്ചകളായിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പോൾ ഓരോ സമയത്തും ഇവിടെ ഓരോ ഒരു ലുക്കിലാണ് കാണുന്നത്. ഞങ്ങൾ മാർച്ച് മാസമാണ് നമ്മുടെ കാശ്മീർ വിസിറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഏതാണ്ട് 39 ഡിഗ്രി അടുത്ത് ചൂടുള്ള സമയത്താണ് ഈ പറഞ്ഞ 8 ഡിഗ്രി അല്ലെങ്കിൽ വൈകിട്ടത്തെ ഒരു 4 ഡിഗ്രി തണുപ്പിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെയാണ്. ബനിഹാലിൽ നിന്നും ശ്രീനഗറിലേക്കുള്ള ട്രെയിൻ യാത്ര മറക്കാനാവാത്ത അടിപൊളി അനുഭവങ്ങളൊക്കെ തരുന്ന
കാഴ്ചകളൊക്കെ ഉള്ള സൂപ്പർ യാത്രയായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ വിഷ്വൽസ് എല്ലാം തന്നെ നമ്മൾ റിട്ടേണുള്ള വീഡിയോയിലാണ് കംപ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സീരീസ് എല്ലാവരും കറക്റ്റായിട്ട് തന്നെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമൻറ്റും നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ആയിരിക്കും. പിന്നെ ഇപ്പോൾ ദേ നമ്മുടെ മിഥുൻ്റെ ഫ്രണ്ടിൻ്റെ റൂമുള്ളിടത്തേക്ക് പോവുക, നന്നായിട്ട് റിലാക്സ് എടുക്കുക. 3-4-5 ദിവസത്തെ കംപ്ലീറ്റ് ജേണിയുടെ ക്ഷീണവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി റിലാക്സ് ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.